ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ കുർബാന സ്വീകരണമാണ്. വിശുദ്ധ കുർബാനയ്ക്ക് സ്വീകരിക്കാനായി കുമ്പസാരിച്ചൊരുങ്ങി അനുതാപ ശുശ്രൂഷയിലൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും നൽകപ്പെടുന്ന അതിവിശുദ്ധമായ നിമിഷങ്ങളാണ്. ഈ സമയത്ത് നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകത്തിന് നൽകിയ, സഭയ്ക്കു നൽകിയ, സമൂഹത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ച് വളരെ ചുരുക്കമായി ഒന്ന് മനസ്സിലാക്കാനായി ശ്രമിക്കാം. ഒന്നാമതായി നമ്മൾ ഇന്നത്തെ സുവിശേഷ പ്രസംഗത്തിലും കേട്ട കാര്യമാണ് ലോക സമാധാനത്തിന് വേണ്ടിയുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംഭാവനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ലോക സമാധാനം ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ധാർമ്മികതയുടെ ശബ്ദമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും എതിരായി അതിശക്തമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. സിറിയൻ ആഭ്യന്തര യുദ്ധം, ഇസ്രായേൽ ഹമാസ് യുദ്ധം, റഷ്യ ഉക്രൈൻ യുദ്ധം, ബർമ്മയിലെ റോഹിംഗ്യൻ സമൂഹത്തിന്റെ മനുഷ്യാവകാശം, കാലിഫോർണിയൻ കുടിയേറ്റ പ്രതിസന്ധി, മെക്സിക്കൻ അഭയാർത്ഥികൾ, അമേരിക്കയുടെ കുടിയിറക്കു നടപടികൾ എന്നിവയടക്കം നിരവധി പ്രശ്നങ്ങളിൽ പക്ഷം പിടിക്കാതെ പ്രതികരിച്ചവനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം സമാധാനപൂർണമായ ലോക ജീവിതത്തിനായി നടത്തിയ പരിശ്രമങ്ങൾ മാതൃകാപരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ലോക നേതാക്കന്മാരുമായി ശാന്തി സംഭാഷണങ്ങൾ നടത്താൻ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നും മുൻനിരയിലുണ്ടായിരുന്നു എന്നുള്ളതും ഇത്തരുണത്തിൽ നമ്മളെല്ലാവരും ഓർക്കേണ്ട കാര്യമാണ്. എതിർപ്പുകളുള്ളവരെയും അദ്ദേഹം ചേർത്തു പിടിച്ചു. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു വാക്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. മതിലുകൾ പണിയുന്നവരല്ല, നാം പാലം പണിയുന്നവരാകണം എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ യാഥാർത്ഥ്യബോധമുള്ളതും പ്രചോദനാത്മകവുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും വകയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ലോകസമാധാനത്തിനായി വെള്ളം ചേർക്കാത്തതും കൃത്യതയുമുള്ള നിലപാടുകളും പ്രവർത്തനങ്ങളുമായി നന്മ പ്രദാനം ചെയ്യുന്ന ഇടപെടൽ നടത്തിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. വരും തലമുറ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാൻ പോകുന്ന പാഠപുസ്തകമായിരിക്കും. ലോകസമാധാനത്തിൻ്റെ കാവൽക്കാരനായി ഫ്രാൻസിസ് മാർപ്പാപ്പയെ ലോകം വാഴ്ത്തുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല കേട്ടോ. 24 ന്യൂസിൻ്റെ ചാനലിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ കാര്യത്തിൽ തർക്കമുണ്ടാകുമെന്നും ഞാൻ കരുതുന്നില്ല. ലോകസമാധാനത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു കാവൽ മാലാഖ, സമാധാനത്തിന്റെ കാവൽ ദൂതനാണ് വത്തിക്കാൻ ചത്തുരത്തിൽ നിന്നും സുവർണ ചിറകുകളോടെ സ്വർഗത്തിന്റെ അനന്തവിഹായതയിലേക്ക് പറന്നുയർന്നിരിക്കുന്നത്. ദൈവസന്നിധിയിൽ ലോകത്തിന് മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഒരു വിശുദ്ധനായി ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവത്തിന്റെ വലതുഭാഗത്തുണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണവും സമാധാനത്തിന്റെ മാലാഖയായിരുന്നു ഫ്രാൻസിസ് എന്നുള്ളതാണ്. രണ്ടാമതായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭാവനയായി നമുക്ക് കാണാൻ സാധിക്കുന്നത് കത്തോലിക്ക സഭയുടെ നവീകരണത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനമാണ്. അചഞ്ചലമായ ക്രിസ്തു വിശ്വാസത്തോടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിലും സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളിലും മുറുകെ പിടിച്ചുകൊണ്ട് കത്തോലിക്ക സഭയ്ക്കായി ആധുനിക കാലഘട്ടത്തിൽ ഒരു പുതിയ ദിശാബോധം നൽകാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശ്രമിച്ചു എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. സഭയുടെ നിയതമായ രീതികളോടൊപ്പം ആധുനികതയെയും വിശ്വാസത്തോടൊപ്പം അനുഷ്ഠാനങ്ങളോടുമൊപ്പം ചേർത്ത് വെച്ചതുവഴി യുവജനങ്ങൾക്കിടയിൽ എക്സൈറ്റ്മെന്റ് സൃഷ്ടിക്കാൻ, ഞാൻ ആ വാക്ക് ആവർത്തിക്കുകയാണ്, ഇംഗ്ലീഷിൽ എക്സൈറ്റ്മെന്റ് സൃഷ്ടിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്.